കുറേ ദിവസമായി ഞാൻ വ്ളോഗൊക്കെ എടുത്തിട്ട്. എല്ലാവർക്കും ആശാസ് കുക്കിങ്ങിലേക്ക് സ്വാഗതം. പിന്നെ എന്നാ ഉണ്ട്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. ചൂടൊക്കെ എങ്ങനെയുണ്ട്? എല്ലാവർക്കും ചൂടൊക്കെ നല്ല സുഖമല്ലേ? ചൂടൊക്കെ നമുക്ക് അടുക്കളയിൽ പോലും കയറാൻ പറ്റത്തില്ല, അതുപോലത്തെ ചൂടാണ്. പിന്നെ പരിസരം എല്ലാവരും നോക്കുന്നുണ്ടല്ലോ അല്ലേ? ഞാനും നോക്കുന്നുണ്ട്, എന്നെ കൊണ്ടാവുന്നത് പോലൊക്കെ ഞാനും ചെയ്യുന്നുണ്ട്. പിന്നെ ഞാൻ വന്നത് കുറച്ച് മീനിരിക്കുന്നു, അതൊന്ന് കറി വെക്കാമെന്ന് വെച്ച്. ഇത് വറ്റയാണ്, വറ്റ. അപ്പം എല്ലാവരും ഈ സമയത്ത് മുളക് അരച്ചൊക്കെ വെക്കുന്നത് എനിക്ക് ഒത്തിരി. അപ്പം ഞാൻ വിചാരിച്ചതൊന്ന് തേങ്ങ അരച്ച് വെക്കാം. അപ്പം അതൊന്ന് നമുക്ക് പരീക്ഷിക്കാം. തേങ്ങ അരച്ച് വെക്കാം. നമുക്ക് അല്പം മാങ്ങ, പച്ചമാങ്ങ ഇട്ട് വെക്കാം. മൂവാണ്ട മാങ്ങയാണ്. പിന്നെ നമുക്ക് തേങ്ങ അരച്ച് ഞാൻ വെച്ചിട്ടുണ്ട്. ഇതിനകത്ത് മല്ലി, മുളക് എല്ലാം ചേർത്തിട്ടുണ്ട്. വെളുത്തുള്ളി, ഇഞ്ചി അതും കൂടെ അരച്ചിട്ടുണ്ട്. പിന്നെ വേറെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇഞ്ചിയും ഇതുമെല്ലാം കൂടെ വേറെ. അപ്പം നമുക്ക് ഇതിട്ട് ഒന്ന് റെഡിയാക്കാം. ഓക്കെ, അപ്പോൾ എല്ലാവരും സുഖമാണല്ലോ? ഓക്കെ, എൻ്റെ ഇതെല്ലാം ചാനലുകൾ കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെന്തുവാ കമൻറ്റ് ചെയ്യുക, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കേട്ടല്ലോ. ഓക്കെ, അപ്പോൾ അടുത്ത നമുക്ക് നോക്കാം. നമുക്കിത് ഇതിനകത്തോട്ട് ഒഴിക്കാം. അപ്പം നമുക്ക് കുറച്ച് കലക്കി ഒഴിക്കാം. കുറച്ച് തേങ്ങ അരച്ചതും എല്ലാം ഉണ്ട്. അപ്പോൾ ഇതൊന്ന് കലക്കി നമുക്ക് സ്വല്പം ഉപ്പിടാം. ഉപ്പ് വേണമല്ലോ. പിന്നെ നമുക്ക് ഇതാ എൻ്റെ കരിവേപ്പില കണ്ടോ? നിങ്ങൾ എൻ്റെ കരിവേപ്പില കണ്ടോ? അത് ഞാൻ കാണിക്കാവേ. ഇത് ഞാൻ ഒരു മാസം, ഒരു 3-4 ആഴ്ചയായി ഇതാ ഒരു വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന. കണ്ടോ, ഫ്രഷായിട്ട് ഇപ്പോഴും ഇരിക്കുന്നുണ്ടോ? ഒരു 3 ആഴ്ചയായി എൻ്റെ ഈ കരിവേപ്പില. എങ്ങനെയുണ്ട്? ഇത് വെള്ളത്തിൽ ഇതിനകത്ത് വെച്ചുകൊണ്ട് ഇതിങ്ങനെ മൊത്തത്തിൽ മൂടി കെട്ടി ഫ്രിഡ്ജിൽ വെച്ചാൽ ഇത് ഇതുപോലെ ഇരിക്കും. ഓക്കെ, ഇങ്ങനെ നിങ്ങൾ ട്രൈ ചെയ്യണേ കേട്ടോ. നല്ല ഫ്രഷായിട്ടിരിക്കുന്നുണ്ടോ? ഇപ്പം പറിച്ച പോലെയല്ലേ ഇരിക്കുന്നതെന്ന് നോക്കിയേ. അതൊന്ന് ട്രൈ ചെയ്യണേ. അപ്പോൾ നമുക്ക് ഇച്ചിരി കരിവേപ്പില ഇട്ടു, കുറച്ച് ഇഞ്ചിയും പച്ചമുളകും എല്ലാം കൂടി ഇട്ടു. പിന്നെ നമുക്ക് ഇതൊന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് കുറച്ച് മാങ്ങായും ഇട്ട് ഇത് തിളച്ച് വരട്ടെ. പച്ചമാങ്ങായിട്ട് കുറച്ച് 2-3 കഷ്ണം പുളിയിട്ട്, ഇത് ഒരു പുളിക്ക്, ഇത് വലിയ പുളിയില്ല, മൂവാണ്ടം മാങ്ങയായുണ്ട്. അപ്പോൾ അത് വിട്ടു. ഇനി ഇതൊന്ന് തിളച്ച് വരണം. അപ്പോൾ നമുക്കിതൊന്ന് തിളക്കട്ടെ. അപ്പോൾ നമുക്ക് മീൻ തിളച്ച് നമുക്ക് പെറുക്കിയിടാം മീൻ. നമുക്ക് ചേരുവെല്ലാം ചേർത്ത് നമുക്കിനി ഇത് നല്ലപോലെ തിളച്ച് ഒരു 20 മിനിറ്റ് വെക്കാം മീൻ. അപ്പോൾ നമുക്ക് തിളച്ചൊക്കെ ആവട്ടെ. അപ്പോൾ എൻ്റെ മീൻ കറി എങ്ങനെയുണ്ട്? തിളച്ച് നല്ലപോലെ ഉപ്പും പുളിയൊക്കെ ഉണ്ട്. കഷ്ണമൊക്കെ നന്നായിട്ട് വെച്ചു. നന്നായിട്ട് ഒരു 20 മിനിറ്റായി. നമുക്ക് 20 മിനിറ്റൊക്കെ മതി മീൻ വേവാൻ. 20-25 മിനിറ്റ് ഏകദേശം ഞാൻ എടുക്കത്തുള്ളൂ. നല്ല ഉപ്പും പുളിയും എല്ലാം ഉണ്ട്. മാങ്ങയുടെ പുളി നന്നായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.